ദുരന്തഭൂമിയുടെ ഒരു ബാക്കിയാണ് ഈ ആശുപത്രി എന്ന് പറയുന്നത്. കാരണം മുണ്ടക്കയിൽ നിന്നാണെങ്കിലും ശരി, മുണ്ടക്കയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ മാത്രമല്ല നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടേക്കാണ് എത്തിക്കുന്നത്. നിലമ്പൂരിൽ എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് ഇന്നലെ 30 മൃതദേഹങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എന്തായാലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ബാക്കിയുള്ളവ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന മുറയ്ക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിലവിൽ 123 മരണമാണ് ഇവിടെ ഈ CHCയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള മൃതദേഹങ്ങൾ 123 അവിടെ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് എന്തായാലും ഇവിടേക്ക് മറ്റ് നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കും. നമുക്ക് 12 പേർ വിംസിൽ, അതായത് ഇവിടെ മാത്രം 123 12 മൃതദേഹങ്ങളാണ് വിംസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. വൈത്തിരിയിലും ബത്തേരിയിലും, സുൽത്താൻ ബത്തേരിയിലും ഹോസ്പിറ്റലിലും ഓരോ മൃതദേഹങ്ങൾ. അങ്ങനെയാണ് വയനാട് ജില്ലയിൽ, അതായത് CHCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്കുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ ഇന്നലെ 135 നിലമ്പൂരിലെ കണക്ക് എന്ന് പറയുന്നത്. നിലമ്പൂരിൽ നിന്നും 30 ആംബുലൻസുകളിലായി ഇന്നലെ 30 മൃതദേഹങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ കാണാം. രാവിലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മൃതദേഹങ്ങൾ എത്തുന്ന മുറയ്ക്ക് ഇവിടെ നിന്നും വളരെ വേഗത്തിൽ തന്നെ അത് എടുത്ത് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വളരെ വേഗത്തിൽ വിട്ടുകൊടുക്കുക എന്നത് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ എറണാകുളം പറവൂര്. 2 ദിവസമായി. ഞങ്ങളിപ്പോ ഇന്ന് വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ ടീം 2 ദിവസം കഴിഞ്ഞിട്ട് പോയി. ഓരോ ടീം 20 പേരും 30 പേരും 50 പേരൊക്കെ വെച്ച് കേരളത്തിലുടനീളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ജില്ലകൾക്ക് ഓരോ ടൈം കൊടുത്തേക്കാണ്. ഇപ്പം മൃതദേഹം വരുമ്പോൾ അതിന്റെ മറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാം മൃതദേഹം കൊണ്ടുപോകും. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബാക്കി കാര്യങ്ങൾ കുളിപ്പിച്ച് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തുവിടാണ്. SKN ഇതാണ് സമാനതകളില്ലാത്ത ഒരു കൂട്ടായ്മ. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം സംസ്ഥാനത്തിനകത്ത് നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സംഘടനാ പ്രവർത്തകരൊക്കെ കേരളത്തിലേക്ക്, നമ്മുടെ വയനാട്ടിലേക്ക് ഇങ്ങനെ എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ, അത് ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണെങ്കിലും രക്ഷാപ്രവർത്തനം, മുണ്ടക്കയാണെങ്കിലും ചൂരൽമലയാണെങ്കിലും ഒക്കെ അവിടങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നത്. അനാവശ്യമായി ആരും ഇവിടേക്ക് വരരുത് എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല ഇവിടേക്ക് വരുന്ന വഴിയിലെല്ലാം തന്നെ പോലീസ് വാഹന പരിശോധന നടത്തി ആ രീതിയിൽ തന്നെയാണ് എന്തായാലും ഇവിടേക്ക് ആളുകളെ പരമാവധി റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷേ എന്തായാലും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ എല്ലാം തന്നെ കൃത്യമായി ഇവിടേക്ക് കടത്തിവിടുന്നുണ്ട്. നമുക്ക് നോക്കൂ, ഇവിടെ ഒരു ദുരന്ത ഭൂമിയുടെ ബാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയ സ്ഥലമാണ് ഇതെല്ലാം. ഇവിടെ വെച്ചാണ് മൃതദേഹങ്ങൾ കുളിപ്പിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കുക. അങ്ങനെ ഈ മൃതദേഹങ്ങൾ കാത്തുകിടക്കുന്ന ഡെസ്കുകളാണ് SKN ഇത്. എന്തായാലും ഇവിടെയാണ് ഇപ്പോൾ 123 മൃതദേഹങ്ങൾ ഇവിടെ എത്തുകയും ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു ദാരുണമായ കാഴ്ച എന്ന് പറയുന്നത് ഉറ്റവരെ തേടി എത്തുന്ന ആളുകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഫോൺ കോളുകളാണെങ്കിലും ശരി, നേരിട്ട് വരുന്നവരാണെങ്കിലും ശരി, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വരുന്ന ആളുകളുണ്ട്, ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ബന്ധുക്കൾ, പരിചയക്കാർ, അങ്ങനെ മുണ്ടക്കൈ മേഖലയും അല്ലെങ്കിൽ ചൂരൽമലയും മുണ്ടക്കൈയും അട്ടമല മേഖലയിലുള്ള ആളുകൾ, കാണാതായ ആളുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് ആശുപത്രികളിലേക്ക് എത്തുന്നത്. വിംസിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ വിംസ് ആശുപത്രിയിലേക്ക് എത്തുക. കാരണം അവിടെ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആരെങ്കിലും ആ ഒരു കൂട്ടത്തിൽ ഞങ്ങളുടെ ആളുകളുണ്ടോ, നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ മരണം ഉറപ്പിച്ചു വരുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ നിന്നും വിവരങ്ങൾ കിട്ടാത്ത ആളുകളുണ്ട്. ഇന്നലെ രാത്രിയും നമുക്ക് സമാനമായ രീതിയിലുള്ള ഫോൺ കോളുകൾ സംസ്ഥാനത്തിന്റെ പല മേഖലകളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അത് ഉറ്റവരെ തേടിയുള്ള ഫോൺ കോളുകളായിരുന്നു. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ അറിയിക്കണം എന്നുള്ളതായിരുന്നു. ഇത് മാത്രമല്ല ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അവസ്ഥയും അതുതന്നെയാണ്. ഫോണുകളെല്ലാം തന്നെ നിരന്തരമായി ഉറ്റവരെ തേടിയുള്ള ഫോൺ കോളുകൾ ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും ഫോണുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ദാരുണമായ കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും മരണസംഖ്യ ഇവിടെയുള്ള, അതായത് മേപ്പാടി CHCയിൽ നിന്നുള്ള കണക്കുകൾ എന്ന് പറയുന്നത് 123 123 ഇവിടെ, വിംസിൽ 12, ബത്തേരിയിലും വൈത്തിരിയിലും ഓരോ മൃതദേഹങ്ങൾ. അങ്ങനെയാണ് ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ മറ്റ് നടപടികൾ. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.